Hi all, let's begin this very first class with a work by Geoffrey Chaucer. അപ്പോൾ ജെഫ്രി ചോസറിൻ്റെ ദ പ്രൊലൂഗ് ടു ദ കാൻറ്റർബറി ടേൽസ് എന്ന പോയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ജെഫ്രി ചോസറിനെ പറ്റി നോക്കാം. സോ ആസ് യു ഓൾ നോ, ജെഫ്രി ചോസർ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. So he was born in a middle class family in London, and he served as a government official, and he even served in the 100 Years' War, which is one of the most remarkable incidents in the history of England. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഫിലിപ്പ, he was married, and also he had 2 children. Then he often provided service to the crown. Being a government official, he was in favor of the crown, and he used to produce works in praise of the ruling class and all. And he began writing this Canterbury Tales in 1387. He never completed all the stories, and this story, this tale of Canterbury Tales is considered to be one of the greatest works in the English language. And its prologue itself is alone enough to place him in the company of Shakespeare and Milton. അപ്പോൾ കാൻറ്റർബറി ടേൽസ് എന്ന ഈ ഇൻകംപ്ലീറ്റ് വർക്ക് ആണെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിയാണ് റിവീൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രൊലോഗ്, ദാറ്റ് ഇൻട്രൊഡക്ടറി പാർട്ട് ഇറ്റ് സെൽഫ് ഇസ് ഇനഫ് ടു പ്രൂവ് ഹിസ് റിയൽ ടാലൻറ്റ് ഇൻ ക്യാരക്ടറൈസേഷൻ ആൻഡ് യൂസ് ഓഫ് ലാംഗ്വേജ്. ചോസേഴ്സ് യൂസ് ഓഫ് ലാംഗ്വേജ് സീംസ് ടു ഹാവ് ബീൻ ദ കീ ടു ഇറ്റ്സ് സക്സസ്. അദ്ദേഹം ഭാഷ കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു രീതി, അതാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്സിനുള്ള സീക്രട്ട്. So this is the way in which Chaucer has been regarded as the father of English literature, because of his mastery over language, especially in the use of language and portraying different characters in that prologue. So let's go to the prologue. The prologue ne patti പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ കാൻറ്റർബറി ടേൽസ് എന്ന് പറഞ്ഞ ഈ പോയത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. ദിസ് ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് ദ സെറ്റിംഗ് ഓഫ് ദ പോയം. ഈ പോയം എങ്ങനെ എവിടെ വെച്ച് ഹാപ്പൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലെ ഇൻസിഡൻസ് എങ്ങനെ എവിടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ള ഒരു സെറ്റിംഗ് ആണ് ഈ പ്രൊലോഗിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഓഫ് കോഴ്സ് ഇൻ വേഴ്സ്, പദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബിറ്റ്വീൻ 1387 to 1400, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് the setting of that tales told in the main poem, that is the Canterbury Tales. It also introduces the characters which we come across in the real poem. Canterbury Tales എന്ന പോയത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല ക്യാരക്ടേഴ്സിനെയും അവരുടെ നേച്ചറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രൊലോഗിലാണ്. സോ ഇറ്റ് പ്രിപ്പയർസ് ദ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഓഫ് ദ റിയൽ പോയം. ഇൻ എ വേ യു ക്യാൻ സേ ഇറ്റ് ആസ് സച്ച്. അപ്പോൾ ഈ റിയൽ കാൻറ്റർബറി ടേൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് നടക്കുന്നത് അതിൻ്റെ പ്രൊലോഗിലാണ്. അതായത് April being one of the most remarkable months, regarded as one of the most remarkable months in the whole poem, is actually used as the setting of this poem. അപ്പോൾ ഏപ്രിൽ മാസത്തിന് ഈ പോയത്തിൽ കൊടുത്തിരിക്കുന്ന റെലവൻസ് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏപ്രിൽ മാസത്തിലാണ് ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. എ ടൈം ഡ്യൂറിങ് വിച്ച് ദ പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് used to go for pilgrimages to different shrines and different holy places etc. അപ്പോൾ അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ആളുകൾ പല സ്ഥലങ്ങളിലേക്കും തീർത്ഥാടനത്തിൽ പോകുന്ന സമയത്താണ് ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചാൻസിലാണ് ഇവിടെ ഈ പോയം ദ കാൻറ്റർബറി ടേൽസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് പോയറ്റ് ഇസ് ഓൾസോ ഓൺ സച്ച് എ പിൽഗ്രിമേജ് to the shrine of St. Thomas Becket, which is situated at the Canterbury, the place called Canterbury. അപ്പോൾ അങ്ങനെ അവിടെ സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ മാർട്ടിയർ, ഹീസ് എ മാർട്ടിയർ ഓൾസോ, ആൻഡ് അങ്ങനെ രക്തസാക്ഷിയാക്കപ്പെട്ട സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈനിലേക്കുള്ള യാത്രയിലാണ് ചോസർ.
അപ്പോൾ അദ്ദേഹം ഈ പോകുന്ന വഴിയിൽ ഒരു ഇൻ എന്ന് പറഞ്ഞാൽ സത്രം അല്ലേ. അപ്പോൾ ടാബാർഡ് ഇന്നിൽ അദ്ദേഹം വേറെ കുറേ ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസിനെയും കണ്ടുമുട്ടുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ ഗ്രൂപ്പായി പോയി യാത്ര തുടരാനായിട്ട് തീരുമാനിക്കുന്നു. പിന്നെ അവിടുത്തെ ആ ഇന്നിലെ ടാബാർഡ് ഇന്നിലെ ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലിയുടെ സജഷൻ പ്രകാരം അവരുടെ യാത്ര രസകരമാക്കാനായിട്ട് അവരൊരു പുതിയ സജഷൻ അല്ലെങ്കിൽ ഒരു പുതിയ കോമ്പറ്റീഷൻ, യു ക്യാൻ സേ കോൾ ഇറ്റ് ആസ് സച്ച്. They suggest, Harry Bailey himself suggests about the storytelling competition. That is actually the frame, the basic frame of that poem called the Canterbury Tales. And in that, the poet also joins as a part, and thus they start their journey. And still, this Canterbury Tales is not a finished work. It's an unfinished work. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ എല്ലാ ക്യാരക്ടേഴ്സും വരുന്ന ഓരോ ക്യാരക്ടേഴ്സും 4 കഥകൾ വീതം പറയണമെന്നാണ് അതിൽ ബേസിക് റൂള് പറയുന്നത്. പക്ഷേ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഓരോ സ്റ്റോറീസ് വീതമേ ഈ കാൻറ്റർബറി ടേൽസിൽ പറയുന്നുള്ളൂ, ആ മെയിൻ പോയത്തിൽ പറയുന്നുള്ളൂ. അതിലൊരു എക്സെപ്ഷൻ ചോസർ തന്നെയാണ്. അദ്ദേഹം 2 ടേൽസ് നറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ടെയിൽ ഓഫ് സർ ടൊപ്പാസ് ആൻഡ് ദ ടെയിൽ ഓഫ് മെലിബി. സോ അപ്പം ഇത് കൂടാതെ ഇതിൽ വരുന്ന പല ക്യാരക്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും നമുക്ക് ഈ പ്രൊലോഗിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊലോഗിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പല ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊലോഗിലാണ്, ജനറൽ പ്രൊലോഗിലാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജനറൽ പ്രൊലോഗിലാണ്. അപ്പം അതിൽ ഏറ്റവും മെയിൻ ക്യാരക്ടർ എന്ന് തന്നെ പറയാം ദ നൈറ്റ്. He is a brave warrior who has fought with distinction in many campaigns throughout Europe and beyond. His travels have taken him as far as Russia and Egypt. In spite of his long and illustrious military career, he is a very kind and mild-mannered man. He shuns extravagant displays of wealth and fine clothes. He wears a tunic of coarse cloth which has been stained from contact with his rusty old armor. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഐഡിയൽ ക്യാരക്ടേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം, അത് ദ നൈറ്റാണ്. വളരെയധികം യുദ്ധങ്ങൾ അല്ലെങ്കിൽ വളരെയധികം പോരാട്ടങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു ബ്രേവായിട്ടുള്ള വാരിയറാണ് ദ നൈറ്റ്. ആൻഡ് ഹി ഹാസ് ട്രാവൽഡ് ഫാർ ആൻഡ് വൈഡ് അക്രോസ് യൂറോപ്പ് ആൻഡ് ഡിഫറെൻറ്റ് അതർ കൺട്രീസ്. And he was such a successful man in his military career also. അദ്ദേഹത്തിൻ്റെ കരിയറിലും വളരെയധികം വിജയം കൈവരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. നല്ലൊരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാണ്, മൈൽഡ് മാനേർഡാണ്. അങ്ങനെ അദ്ദേഹം എല്ലാ തരത്തിലും സൊസൈറ്റിക്ക് ഒരു മോഡലായിട്ട് കാണാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. വിത്ത് ഓൾ he shuns extravagant display of wealth and fine clothes. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ലക്ഷറീസിലും എക്സ്ട്രാവഗൻറ്റ് ക്ലോത്ത്സിലും ഒന്നും അധികം റിച്ചസിലൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ സാധാരണ ഒരു റഫ് ക്ലോത്ത് ധരിച്ച് ഒക്കെയാണ് അദ്ദേഹം ഇതിൽ കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഷോസ് ഹിസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ fighting and handling difficult situations through his attire itself. It displays it. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഔട്ട്വേർഡ് അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ഒരു നൈറ്റ് എന്ന നിലയിൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ വെരി അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനൊരു മോഡലായിട്ടുള്ള വ്യക്തിയാണ് the night. The next character is the squire. He is the knight's son. He is about 20 years old. He has seen some military action. He has also written poetry, enjoys singing, playing the flute and dancing. His clothes are embroidered with images of flower. അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റിൻ്റെ മകനായിട്ടുള്ള സ്ക്വയറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു
ഫൺ ലവിങ്, ഒരു മെറി ലവിങ് ബോയ് ആയിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈസ് 20 years old. ഹി എൻജോയ്സ് എവറിത്തിങ് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ലൈഫ്. അപ്പോൾ ആ പ്രായം പോലെ തന്നെ മനോഹരമായിട്ടുള്ളതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് സ്ക്വയറിനെ ഒരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് പ്രയറസ് ആണ്. ഷീ ഈസ് ദ ഹെഡ് ഓഫ് എ കോൺവെൻറ്റ്. Her name is Madam Eglantine. She speaks an old-fashioned form of Norman French which is only spoken in England. She does not understand French as it is spoken in France. She is also known for her good table manners. She wears a rosary of green beads around her wrist, a brooch with the words "Love conquers all" written on it in Latin hangs from the rosary. She travels with another nun and a priest. She is also accompanied by some small dogs. അടുത്ത് വരുന്ന ക്യാരക്ടറാണ് പ്രയറസ്. അവർ ഒരു കോൺവെൻറ്റിൻ്റെ ഹെഡാണ്. അത് അവരുടെ യഥാർത്ഥ പേര് മാഡം എഗ്ലൻറ്റൈൻ എന്നാണ്. ആൻഡ് ഷീ സ്പീക്സ് ആൻ ഓൾഡ് ഫാഷൻ ഫോം ഓഫ് ഫ്രഞ്ച് ലാംഗ്വേജ്. ആൻഡ് ഷീ ഡസൻറ്റ് ഈവൻ നോ ഹൗ ടു സ്പീക്ക് ഫ്രഞ്ച്, ദ റിയൽ ഫ്രഞ്ച് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൽ യൂസ് ചെയ്യുന്ന ഫ്രഞ്ച് അവർക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഒരു ഓൾഡ് ഫാഷൻ ഫ്രഞ്ച് ലാംഗ്വേജ് തന്നെ ഇംഗ്ലണ്ടിൽ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു ഫ്രഞ്ച് ഫോം അതാണ് അവർ അതിലാണ് സംസാരിച്ചിരുന്നത്. പിന്നെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഗുഡ് ടേബിൾ മാനേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു റോസറി മീൻസ് ജപമാല, ഒരു ഗ്രീൻ ബീഡ്സിൻ്റെ ഒരു റോസറി അവരുടെ റിസ്റ്റിൽ എപ്പോഴും കാണും. പിന്നെ അവരുടെ ബ്രൂച്ച്, ഒരു ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ബ്രൂച്ച് ദാറ്റ് ഈസ് ഓൾവേസ് ഫൗണ്ട് ഓൺ ഹെർ ബോഡി, ഓൺ ഹെർ ഡ്രസ്. ആൻഡ് ഓൺ ദാറ്റ് ബ്രൂച്ച് a very famous quote is also written, that is amor vincit omnia, that is love conquers all. അപ്പം അങ്ങനെ ഒരു ഫ്രേസ് അടങ്ങിയ ബ്രൂച്ചും അവർ ധരിക്കുന്നുണ്ട്. പിന്നെ ഷീ ട്രാവൽസ് വിത്ത് അനദർ നൺ ആൻഡ് എ പ്രീസ്റ്റ്. അവരുടെ കൂടെ വേറൊരു നണ്ണും ഒരു പ്രീസ്റ്റുമുണ്ട്. ആൻഡ് ഷീ ഈസ് ഓൾസോ അക്കംപ്നീഡ് ബൈ സം സ്മോൾ ഡോഗ്സ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെ ഈ പ്രത്യേകതകളോടെയാണ് പ്രയറസിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ മങ്കാണ്. He does not like his monastery and does not spend much time there. He does not like studying religious texts and much prefers hunting. His sleeves are lined with fur and his hood is fastened by a gold pin. അപ്പം ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മങ്ക് എന്ന പേരിന് വളരെ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ചോസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന മങ്ക്. അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള ടെക്സ്റ്റ് പഠിക്കുന്നതിൽ യാതൊരു താല്പര്യവുമുള്ള വ്യക്തിയല്ല. അതേസമയം ഹണ്ടിങ് പോലുള്ള വിനോദങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരിക്കുന്ന, അതുപോലെ ലക്ഷറീസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിലെ മങ്കിനെ ചോസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ അന്നുണ്ടായിരുന്ന വ്യക്തികൾ, അതിൻ്റെ ഒരു മോഡലാണ് ചോസർ ഇവിടെ ഈ പോയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ ദ ഫ്രയർ. ഹി മേക്സ് എ ലിവിങ് ബൈ ബെഗിങ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്രയർ അദ്ദേഹം ജീവിക്കുന്നത് തന്നെ ഭിക്ഷ യാചിച്ചിട്ടാണ്. ഹി ഈസ് വെരി ഗുഡ് അറ്റ് പെർസ്വേഡിങ് പീപ്പിൾ ടു മേക്ക് റിച്ച് ഗിഫ്റ്റ്സ് ടു ഹിസ് മൊണാസ്ട്രി ഇൻ റിട്ടേൺ ഫോർ forgiveness of their sin. He is more likely to be found at taverns than helping the poor and needy. It is even suggested that he has made several women pregnant and found suitable husbands for them afterwards. അപ്പോൾ ആ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡിറ്റീരിയറേഷൻസ് ഓപ്പണായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ ക്യാരക്ടേഴ്സിലൂടെ. അതായത് സെയിൽ ഓഫ് ഇൻ്റലിജൻസ്, അതായത് ചെയ്തു പോയ തെറ്റുകൾക്ക് പുരോഹിതന്മാരിൽ കൂടെ അതിനുള്ള പരിഹാരം അവർക്ക് പൈസ കൊടുത്ത് അതിലൂടെ അവർ ആ തെറ്റുകളിൽ നിന്ന് മോചിതരാകുന്ന ആ ഒരു രീതി ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നത്. അപ്പോൾ അത്തരം വളരെ
നികൃഷ്ടമായിട്ടുള്ള പ്രവണതയും രീതിയും ഒക്കെ വിമർശിച്ചിട്ടാണ് ചോസർ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്താ ആളുകളെ ആളുകളെ കൂടുതൽ മൊണാസ്ട്രിയിലേക്ക് എത്തിക്കുക, അവർക്ക് എന്താ അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു സൊല്യൂഷൻ പോലെ അവിടുത്തെ വൈദികന്മാരുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് അതിലൂടെ അവരുടെ തെറ്റുകൾക്ക് ഒരു പരിഹാരം, പൈസ കൊടുത്ത് പരിഹാരം കണ്ടെത്തുന്ന ആ രീതി, അതൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രത്യേകതകളാണ്. അതിനെയൊക്കെ വളരെയധികം വിമർശിച്ച് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഫ്രയർ. ഇനി അടുത്തത് മെർച്ചൻ്റാണ്. ഹി അപ്പിയേഴ്സ് ടു ബി പ്രോസ്പെറസ് ആൻഡ് ബോസ്റ്റ് ഓഫ് ഹിസ് സക്സസ് ഇൻ ബിസിനസ്. ഇൻ റിയാലിറ്റി ഹി ഈസ് ഹെവിലി ഇൻ ഡെറ്റ്. Chaucer remarks that he does not know the merchant's name. അപ്പോൾ അടുത്ത ക്യാരക്ടർ മെർച്ചൻ്റാണ്. വളരെയധികം പോംപസായിട്ട് വളരെയധികം റിച്ച് ആണെന്നും പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ മെർച്ചൻ്റ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. വളരെ വലിയ കടത്തിൽ പെട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സൊസൈറ്റിയിലുണ്ടായിരുന്ന അത്തരം ആളുകളെ പിൻ പോയിൻ്റ് ചെയ്ത് ചോസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മെർച്ചൻ്റ്. അടുത്തത് ദ ക്ലർക്ക്. He is a student at the University of Oxford and has been studying there for many years. He is thin and wears old clothes because he spends all of his money on books. He hopes to become a priest. അപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ക്ലർക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് കാരണം അദ്ദേഹത്തിന് ധരിക്കാൻ നല്ല വസ്ത്രങ്ങൾ പോലും അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു തികച്ചും സാത്വികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ക്ലർക്ക് ഇതിൽ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പുരോഹിതനായി മാറുക, അതും ഇതിൽ കാണിച്ചിരിക്കുന്നു. ദെൻ ദ മാൻ ഓഫ് ലോ. ഹി ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ദ ലോ. ഹി ഹാസ് ബിക്കം റിച്ച് ആസ് എ റിസൾട്ട് ഓഫ് ബൈയിങ് ലാൻഡ്. അപ്പം വസ്തുക്കൾ വാങ്ങി അതിലൂടെ പണക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ് ഇതിലെ ലോ മാനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലോയിൽ അദ്ദേഹം എക്സ്പേർട്ടാണ്. അക്കൂടെ തന്നെ വസ്തു കച്ചവടം നടത്തി അദ്ദേഹം കൊള്ള ലാഭത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പൈസ നേടി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ഇനി കുക്ക്. ഹി ഈസ് എ മാസ്റ്റർ ഓഫ് ദ culinary arts and an expert in beer. Chaucer notices that he has an ulcer on his shin. അടുത്ത ഒരു ക്യാരക്ടർ കുക്കാണ്. ഇപ്പോൾ സൊസൈറ്റിയിലെ പല ക്ലാസ്സസിനെയും ചോസർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം culinary arts, അതായത് പാചകകലയുടെ ഒരു എക്സ്പേർട്ടായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്പേർട്ട് ഇൻ ബിയർ. ആൻഡ് ദെൻ ഹി നോട്ടിസസ് ദാറ്റ് ഹി ഹാസ് അൾസർ, ഒരു സോർ അദ്ദേഹത്തിൻ്റെ ഷിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുട്ടിന് താഴെയായിട്ട് കാലിൻ്റെ മുൻവശത്ത് തന്നെ ഒരു ഓപ്പൺ സോർ ഉള്ളതായിട്ട് ചോസർ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്യാരക്ടറാണ് ദ ഷിപ്പ്മാൻ. ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ് കോൾഡ് ദ മോഡലൈൻ. He has travelled by sea across northern Europe and he has also travelled by river in France and Spain. His skin has been tanned by the sun. അപ്പം ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ഒരു യാത്രികനായിട്ട്, ഒരു കപ്പൽ യാത്രക്കാരനായിട്ടുള്ള ക്യാപ്റ്റനെയാണ് ഷിപ്പ്മാനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ ഫിസിഷ്യനാണ്. He is an excellent doctor. He has a thorough understanding of medicine, including how, according to astrology, the stars and planets influence people's health and how magical talisman can be used to treat them. He has read almost all the most important medical textbooks but does not know the Bible well. He is richly dressed, but he is very careful in how he spends his money. അടുത്ത ഒരു ക്യാരക്ടറാണ് ഫിസിഷ്യൻ. അപ്പോൾ ഇന്നത്തെ മോഡേൺ ഫിസിഷ്യൻസിനെ പോലെയല്ല അന്നത്തെ ഫിസിഷ്യൻ. അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അസ്ട്രോളജി, അതുപോലെ മാജിക്കൽ ഒബ്ജക്ട്സ്, അതിനെയൊക്കെ റിലൈ ചെയ്തുകൊണ്ട് ആളുകളെ ട്രീറ്റ് ചെയ്യുക. മെഡിസിനിൽ അദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം അത്തരം
ഫാക്കൽറ്റീസൊക്കെ യൂസ് ചെയ്ത് ആളുകളെ ട്രീറ്റ് ചെയ്യുക, ആ ഒരു കാലഘട്ടത്തിലെ ഒരു രീതി ആയിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ചോസർ ഈ ഫിസിഷ്യൻ്റെ ക്യാരക്ടറിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ബൈബിളിൽ വളരെ കുറവായിട്ടുള്ള ജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം പൈസ ചിലവാക്കുന്നതിൽ വളരെ മൈസേർലി ആയിട്ടുള്ള ഒരു നേച്ചേർഡ് ആയിട്ടുള്ള ആളായിരുന്നു. അടുത്ത ക്യാരക്ടർ ദ വൈഫ് ഓഫ് ബാത്ത് ആണ്. ഈ ഹോൾ പ്രൊലോഗിൽ തന്നെ വൺ ഓഫ് ദ റിമാർക്കബിൾ ക്യാരക്ടേഴ്സ് എന്ന് തന്നെ പറയാം, വൈഫ് ഓഫ് ബാത്ത്. ആൻഡ് ഷീ ഈസ് എ ലേഡി ഹൂ ഈസ് കമ്മിങ് ഫ്രം ദ ടൗൺ ഓഫ് ബാത്ത് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ അവൺ. അപ്പോൾ അവൺ നദിക്കരയിലുള്ള ബാത്ത് എന്ന പട്ടണത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ബൈ പ്രൊഫഷൻ ഷീ ഈസ് എ സീംസ്ട്രസ്. പ്രൊഫഷനിൽ അവരൊരു തുന്നൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ആൻഡ് പ്രൊഫഷണലി ഷീ ഈസ് പ്രസൻറ്റഡ് ആസ് എ വൈഫ് ബൈ ഓക്കുപേഷൻ. അപ്പോൾ അവർ തുന്നൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും ഒരു നല്ല പ്രൊഫഷണൽ വൈഫ് ബൈ ഓക്കുപേഷൻ എന്ന് കൂടെ നമുക്കവരെ വിശേഷിപ്പിക്കാം. കാരണം അവർ 5 വിവാഹങ്ങൾ കഴിച്ച് 5 വ്യക്തികളുടെ കൂടെ ജീവിച്ച് അങ്ങനെ തികച്ചും ജീവിതത്തിലെ സുഖം മാത്രം അന്വേഷിച്ച് പോകുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് presented as an expert in the matter of marriages and relation between men and women. And Chaucer describes her as large, gap-toothed and dressing in red clothing, which is traditionally the color of lust, and also wearing a very large hat. അവരുടെ അപ്പിയറൻസ് തന്നെ അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലാർജ് ഫിഗർ with gap tooth and dressed in red clothing, which signifies the lust that she has in her character. അവരുടെ ക്യാരക്ടറിലുള്ള ലസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക, അത് സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് ആ റെഡ് ഡ്രസ്സിലൂടെ. പിന്നെ അവരുടെ അവരുടെ സ്വഭാവം തന്നെ അതുപോലെയാണ്. ഷീ ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനി വൺ. ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് the force of nature, a larger than life character who is not afraid to push her way to the front and state her own opinion. That means she has her own opinion, her own viewpoint. She is never afraid to say it in front of anyone. അപ്പോൾ ഒരു വ്യക്തികളെയും ഒരു പേടിയുള്ള മനോഭാവം അല്ല, കീഴടങ്ങുന്ന ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീയല്ല അവർ. അങ്ങനെ വളരെ ഓപ്പണായിട്ട് എല്ലാം തുറന്നു പറയാൻ കഴിവുള്ള അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷീ ഓൾസോ her interest in traveling to different places is evident through her description of traveling or pilgrimages through to different places like ജെറുസലേം, ബൊളോണ, കൊളോൺ, സാന്റിയാഗോ ഡെ കമ്പോസ്റ്റല. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിൽഗ്രിമേജസിൽ അവർ സാധാരണയായിട്ട് പോകാറുള്ളതാണ്. അതെല്ലാം അവരുടെ ആ ഒരു ലൈഫിലുള്ള ഫ്രീഡം, എങ്ങനെയാണ് അവർ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരുന്നു. ഇനി അടുത്ത ക്യാരക്ടർ പാഴ്സൺ. He is a genuinely good priest. He knows the Bible well and always sets a good example to the parishioners with his good behavior. He always helps those in need without judging them. However, he has been known to scold people for their immorality regardless of their position in society. അപ്പോൾ ഇത്രയും അധികം വിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് തന്നെ പറയാം ഈ പാഴ്സൺ. നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്രയും വെർച്യൂസ് ഉള്ള ഒരു ക്യാരക്ടർ പാഴ്സൺ ആണ്. അദ്ദേഹം ഒരു നല്ല ഒരു ജെന്യുവൻ പ്രീസ്റ്റാണ്. ഹി നോസ് ഹി ഹാസ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബൈബിൾ ആൻഡ് ഹീ മേക്സ് ഇറ്റ് ട്രൂ ഇൻ ഹിസ് ലൈഫ് ഓൾസോ. അപ്പം അദ്ദേഹം എന്താണ് പ്രീച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണിച്ചു തരുന്നത് കൂടെയുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഒരു നെഗറ്റീവായിട്ട് അതവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്യാരക്ടർ മില്ലറാണ്. ഹിസ് എ ബിഗ് സ്ട്രോങ് മാൻ വിത്ത് എ റെഡ് ബിയർഡ് ആൻഡ് എ വാട്ട് ഓൺ ഹിസ് നോസ്. ഹി പ്ലേസ് ദ ബാക്ക് പൈപ്സ് ആൻഡ് എൻജോയ്സ് ടെല്ലിംഗ് റൂഡ് ജോക്സ്. ഹി സ്റ്റീൽസ് കോൺ ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ആൻഡ് ചാർജസ് എക്സസീവ്ലി ഹൈ ഫോർ ഹിസ് സർവീസസ്. അതായത് മില്ലർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. അവിടെ അദ്ദേഹം നടത്തുന്ന മില്ലിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എല്ലാം
ഗ്രെയിൻസ് എല്ലാം മോഷ്ടിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി ജീവിക്കുന്ന ഒരു റൂഡായിട്ടുള്ള ഒരു കണ്ണിങ് ആൻഡ് റൂഡെന്ന് പറയുന്ന ഒരു നേച്ചറിലുള്ള ഒരു വ്യക്തിയാണ് ഈ മില്ലർ. ഹി എൻജോയ്സ് ടെല്ലിങ് rude jokes on different people, and he used to charge very excessively for his services. അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് എന്താ കോസ്റ്റ് ഈടാക്കി ജീവിക്കുന്ന, കൊള്ള ലാഭം നേടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മില്ലർ. അടുത്തത് മാൻസിപ്പിളാണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ബൈയിങ് ഫുഡ് ഫോർ എ ലോ സ്കൂൾ. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനും. എന്താ, ഒരു ലോ സ്കൂളിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പ്രൊവിഷൻസ് എല്ലാം എത്തിച്ചു കൊടുക്കുക. ഹി ഈസ് എ വെരി ഷ്രൂഡ് മാൻ ഹു ഓൾവേസ് ഗെറ്റ്സ് എ ഗുഡ് പ്രൈസ് ഫോർ ദ ഫുഡ് ദാറ്റ് ഹി ബൈസ് ഈവൻ ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് റെഡി മണി ടു പേ ഫോർ ഇറ്റ്. അപ്പം ഈ സെയിലിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു കൊള്ള ലാഭം അവിടെ തന്നെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനാണ് മാൻസിപ്പിളിനെയും ചോസർ ചെയ്തിട്ടുള്ളത്. അടുത്തത് റീവാണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് ദ ലോഡ് ഓഫ് ദ മാനേഴ്സ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോർഡ് പ്രൊവിഷൻസ്. ഹി ഈസ് റെസ്പെക്റ്റഡ് ആൻഡ് ഫിയേർഡ് ഇൻ ഹിസ് ഏരിയ. ഹി ഹാഡ് ബീൻ എ കാർപ്പൻറ്റർ ബിഫോർ ഹി ബിക്കെയിം എ റീവ്. He is tall, thin, clean shaven and has very short hair. He always rides at the back of the group of pilgrims. Another corrupted character എന്ന് തന്നെ പറയാം. അത് റീവാണ്. റീവും ഇത് തന്നെയാണ്. ബൈ നേച്ചർ ഹീ ഈസ് ഓൾസോ കറപ്റ്റഡ് ആൻഡ് ഹീ ഈസ് ഇൻ ചാർജ് ഓഫ് ദ ലോഡ്സ് മാനേഴ്സ് ലൈഫ് സ്റ്റോക്ക്. ലോഡിൻ്റെ ലൈഫ് സ്റ്റോക്ക് മാനറിൻ്റെ അവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ ഇൻചാർജാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഈ പ്രൊഫഷന് മുമ്പ് അദ്ദേഹം ഒരു കാർപ്പൻറ്റർ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു റീവ് ആയത്. അതായത് ഒരു കാര്യസ്ഥൻ എന്നൊക്കെ പറയാം, എല്ലാം നോക്കി നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം ഉണ്ടാക്കാവുന്ന പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് റീവ്. അടുത്തത് സംനർ. He wears a garland of flowers on his head. He has a very red face which frightens children. He is very fond of red wine. When he is drunk, he speaks nothing but Latin, even though his understanding of that language is very limited. Another ഫണ്ണി ക്യാരക്ടർ അത് സംനറാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, അദ്ദേഹം എന്തുവാ കോർട്ടിൽ സമൺസ് ഡെലിവറി ചെയ്യാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ദ റെഡ് ഫേസ് ദാറ്റ് ഹി ഹാസ് ഗോട്ട് വിച്ച് ഫ്രൈറ്റൻസ് ദ ചിൽഡ്രൻ ഓൾ ദ ടൈം, ആൻഡ് ഹിസ് ലവ് ഫോർ റെഡ് വൈൻ ആൻഡ് ഹിസ് പെക്യൂലിയർ നേച്ചർ ഓഫ് യൂസിങ് ലാറ്റിൻ വെനെവർ ഹി ഈസ് ഡ്രങ്ക്. അദ്ദേഹം എപ്പോഴൊക്കെ ഓവറായിട്ട് കുടിക്കുന്നുണ്ടോ ആ ടൈമിലൊക്കെ ലാറ്റിൻ യൂസ് ചെയ്യുക. അതർവൈസ് ഹി ഈസ് നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ ദ സെയിം. അങ്ങനെ ഒരു വിയേർഡ് ക്യാരക്ടറാണ് സംനർ. ഇനി അടുത്തത് പാർട്ട്ണറാണ്. ഹി ഈസ് എ ഫ്രണ്ട് ഓഫ് ദിസ് ക്യാരക്ടേഴ്സ് കോൾഡ് സംനർ. സംനറിൻ്റെ ഒരു ഫ്രണ്ടാണ് പാർട്ട്ണർ. ഹി ഹാസ് ലോങ് ബ്ലോണ്ട് ഹെയർ. ഹി ഈസ് എ സ്കിൽഡ് preacher, but he is essentially a റിലീജിയസ് charlatan. എന്ന് പറഞ്ഞാൽ അതായത് റിലീജിയസ് മാറ്റേഴ്സിലൊക്കെ വളരെ എക്സ്പേർട്ടാണ് താനെന്ന് വിശ്വസിക്കുന്ന ഒരു ബോസ്റ്റിംഗ് ക്യാരക്ടറാണ് ഈ പാർട്ട്ണർ. ഹി മേക്സ് മോസ്റ്റ് ഓഫ് ഹിസ് മണി ബൈ സെല്ലിങ് ബോഗസ് റിലിക്സ്. ബോഗസ് എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള റിലിക്സ്, അതായത് ഫേക്കായിട്ടുള്ള സൊവനീഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഒബ്ജക്ട്സൊക്കെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ഒബ്ജക്ട്സൊക്കെ വിറ്റ് ആളുകളെ കബളിപ്പിച്ച് ജീവിക്കുന്ന കള്ളത്തരങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പാർട്ട്ണറും. ഈസ് ഓൾസോ എ ഫ്രണ്ട് ഓഫ് സംനർ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ ഇത്രയും നേരം ഡിസ്ക്രൈബ് ചെയ്തതെല്ലാം ഇംഗ്ലണ്ടിലെ സൊസൈറ്റിയുടെ ഒരു നല്ല ഒരു പോർട്രേയിൽ നിന്ന് തന്നെ പറയാം ഈ പ്രൊലോഗ്. പ്രൊലോഗ് ഇസ് എ വെരി പ്രഷ്യസ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ് ഫോർ someone who wishes to have a glimpse of the life of that time. അപ്പം ആ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ പ്രൊലോഗിൽ ചോസർ വരച്ചിട്ടിരിക്കുന്നത്. ചോസർ യൂസസ് എ ടെക്നീക്ക് ഓഫ് കോൺട്രാസ്റ്റ് ഇൻ ഡ്രോയിങ് ദ പോർട്രേറ്റ്സ് ഓഫ് ദ പിൽഗ്രിംസ്.
We have the paragon of virtue in the parson and the plowman and the monsters of vice in the reeve and the miller and the sumner. അപ്പം ഗുഡ് ക്യാരക്ടേഴ്സും ബാഡ് ക്യാരക്ടേഴ്സും പ്രസൻറ്റ് ചെയ്യുക വഴി ഒരു കോൺട്രാസ്റ്റ്, വെർച്യൂസിൻ്റെയും വൈസസിൻ്റെയും ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് ചോസർ ചെയ്തിരിക്കുന്നത് ഈ പ്രൊലോഗിൽ. പിന്നെ ചോസർ പ്രസൻസ് എ വെരി പോസിറ്റീവ് പിക്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസ്സിൻ്റെ ഒരു പോസിറ്റീവ് പിക്ചറും അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് എ ഗവൺമെൻറ് സെർവൻറ്റ് ഹീ നീഡ്സ് ടു ഡു ഇറ്റ്. Then his religious ideal is seen through the character of the parson. അപ്പോൾ പാഴ്സൺ തന്നെ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് കോൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഐഡിയാസിന് ഒരു എക്സാമ്പിളാണ്. അടുത്തത്, ചോസർ ഹാസ് ബീൻ കോൾഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് പോയറ്റ് ഓഫ് ഹിസ് ഏജ് ബിക്കോസ് ഓഫ് ദ ടിപ്പിക്കൽ എലമെൻറ്റ് ഇൻ ഹിസ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അദ്ദേഹം ഈ പ്രൊലോഗിൽ ചെയ്തിരിക്കുന്ന ആളുകളുടെ ക്യാരക്ടറൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അക്ലെയിമിന് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇത്രയും ഫേമസ് ആയിട്ട്, ഇത്രയും ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ആ ഒരു അക്ലെയിം അദ്ദേഹത്തിന് കിട്ടാൻ ഇടയായത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടറൈസേഷനിലുള്ള ഒരു സ്കില്ലാണ്. ദ കാൻറ്റർബറി ടേൽസ് ക്യാൻ ഹെൽപ്പ് മെനി സ്റ്റുഡൻസ് ആൻഡ് പീപ്പിൾ എവ്രിവെയർ ലേൺ മോർ അബൌട്ട് എ ലൈഫ് ഇൻ മിഡിൽ ഏജസ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ മിഡിൽ ഏജസ് ആ കാലഘട്ടത്തിലെ ഹ്യൂമൻ ലൈഫ്, അതായത് ഇംഗ്ലണ്ടിലെ ആളുകളുടെ ജീവിതത്തെയാണ് അവിടെ അദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കാൻറ്റർബറി ടേൽസിന് ഈ പ്രൊലോഗ് തന്നെ ഇംഗ്ലണ്ട് സൊസൈറ്റിയുടെ ഒരു ഗുഡ് റെപ്ലിക്കയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഇറ്റ് വാസ് എ ബിറ്റ് ലെങ്തി. പ്ലീസ് ബെയർ വിത്ത് ഇറ്റ്. താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.